ഹായ്, വെൽക്കം ടു മിക്സ്ഡ് മാജിക്. ഇന്ന് നമ്മൾ മിക്സ്ഡ് മാജിക്കിൽ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ ചാനലിൽ സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബിൽ കാണുന്നതാണ്. യൂട്യൂബിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റവും കൂടുതലാണ്. അപ്പം ഇവർ സക്സസ് ആയിട്ടുള്ളവരാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇവർ സക്സസ് ആയിട്ടുള്ള ആ വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇവർ സക്സസ് ആയിട്ടുള്ളവർ പറഞ്ഞു തന്ന ഒരു വഴി കൂടെ നമ്മൾ ഫോളോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അത് സക്സസ് ആവണം. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അതിനാ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ സെബിയുടെ റൂൾസ് വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ 90% ആൾക്കാരും ഫെയിലാകുകയാണ്. പിന്നെ സക്സസ് ആയിട്ടുള്ളവർ എത്ര പേരുണ്ട്? സക്സസ് ആയിട്ടുള്ളവർ 10% ആൾക്കാരാണ്. ഈ 10%ത്തിൽ വീണ്ടും 3% ആൾക്കാർ അവർ ആ ബ്രോക്കറേജിനുള്ള പൈസ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷൻ, ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എത്തിക്കൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം. അതായത് ഇവരുടെ മൈൻഡ് സെറ്റ്, ഇവരുടെ റിസ്ക് റിവാർഡ്സ് റേഷ്യോ, ഇവരുടെ സൈക്കോളജി, ഇവരുടെ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനറിൻ്റെ, അപ്പോൾ അവരുടെ സൈക്കോളജി മാർക്കറ്റിന് എന്തുമാത്രം സെറ്റാണോ, സ്യൂട്ടബിൾ ആണോ, അവർ ആ പഠിപ്പിക്കുന്ന ഡൊമൈൻ മാർക്കറ്റിന് സ്യൂട്ടബിൾ ആയാൽ മാത്രമേ അവർ പറഞ്ഞു തരുന്ന ആ സ്കിൽസും കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഈ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാനിപ്പം ഒരു ട്രെയിനറിനെ കുറിച്ച് പറയാം. മാൽസണിന് 2 കമ്പനി ഉണ്ട്. ഒരു മാൽസൺ വ്യൂ ഉണ്ട്, പിന്നെ നെക്സ്റ്റ് മാൽസൺ ട്രെയിനിങ് ഉണ്ട്. അപ്പം പുള്ളിയുടെ ഒരു 100 രൂപയുടെ ഒരു വെബിനാർ. അപ്പോൾ എന്താണ് പുള്ളി പറയുന്നത്, പുള്ളി സ്വന്തമായിട്ട് പുള്ളിയെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ ട്രെയിനർ അറ്റൻഡ് ചെയ്തു. അപ്പം ആ അറ്റൻഡ് ചെയ്തതിനകത്ത് തന്നെ പുള്ളിയുടെ ഫസ്റ്റ് ക്ലെയിം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇൻവെസ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി വിന്നായിക്കൊണ്ടിരിക്കുകയാണ്. 70%, 80%, 40% പ്രോഫിറ്റ് എടുത്ത് FNIയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് വിന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പുള്ളി പറഞ്ഞ കാര്യം പുള്ളിയുടെ പോർട്ട്ഫോളിയോ വാലിഡേറ്റ് ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പം പുള്ളി പറയുന്ന കാര്യം കറക്റ്റാണ്, നമുക്ക് പോർട്ട്ഫോളിയോ വാലിഡേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് വരാം. പിന്നെ പുള്ളിയുടെ അടുത്ത ഒരു ക്ലെയിം ഉണ്ട്, ഈ വെബിനാർ അറ്റൻഡ് ചെയ്തവരെ എല്ലാവരെയും ഞാനൊരു ട്രേഡറാക്കി മാറ്റും. അതായത് ഈ റൂമിലുള്ളവരെ എല്ലാം എനിക്കൊരു ട്രേഡർ ആക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പുള്ളി പറഞ്ഞ ട്രേഡർ ആക്കാമെന്നേ പറഞ്ഞുള്ളൂ, പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഈ വിനോദ് മത്സൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ നമ്മളിപ്പം വാലിഡേറ്റ് ചെയ്യാം. പുള്ളിക്ക് എങ്ങനെയാണ് ട്രേഡിങ്ങിൽ കൂടെ എത്രമാത്രം പുള്ളി പ്രോഫിറ്റ് എടുക്കുന്നു, പുള്ളിയുടെ ഈ ക്ലെയിം ചെയ്ത പോർട്ട്ഫോളിയോ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ കൂടെ പുള്ളി ലാസ്റ്റ് 8 വർഷമായിട്ട് ട്രെയിനിങ് ഉണ്ട്. അപ്പം ട്രെയിനിങ്ങിൽ കൂടെ പുള്ളി എത്ര രൂപ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പം ഇതിനുള്ള ഡേറ്റ നമുക്ക് ഈ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. പബ്ലിക് ഡൊമൈനിലുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ഡേറ്റ എന്താണ് പറയുന്നത് കൊണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCAയുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പം മാൽസൺ വ്യൂ ആൻഡ് മാൽസൺ ട്രെയിനിങ് 2 കമ്പനിയാണ് ഉള്ളത്. അപ്പം ഈ 2 കമ്പനിയുടെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഡിഫറൻറ്റ് ഒത്തിരി ഇത് കാണും. പക്ഷേ ഈ കമ്പനിയുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്നാണ്? ഒന്ന് ട്രേഡിംഗ് ആണ്, ഒന്ന് ട്രെയിനിങ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2018 and 19, 18-19 27 lakhs ലോസ് ആണ്. വീണ്ടും 19-20 97 lakhs ലോസ് ആണ്. 2021 76 lakhs ലോസ് ആണ്. 21-22 43 lakhs ലോസ് ആണ്. 22-23 48 lakhs ലോസ് ആണ്. അപ്പം മാൽസൺ വ്യൂ മാത്രം 2.9 crores ഈ ലാസ്റ്റ് 5 years ഡേറ്റ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇനിയൊരു കമ്പനി ഉണ്ട്, അത് അധികം ആയിട്ടില്ല, 4 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിൻ്റെ നമുക്ക് നോക്കാം. അതിൻ്റെ പേരാണ് മാൽസൺ ട്രെയിനിങ്. അപ്പം അതിൻ്റെ 2019-20 36 lakhs ലോസ്, 2020-21 85 lakhs പ്രോഫിറ്റ്, 21-22 3.35 lakhs ലോസ്, 22-23 2.31 CR പ്രോഫിറ്റ്. അതും നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോഴത്തേന് 53 lakhs ലോസ് ആണ്.
അപ്പം ഈ രണ്ട് കമ്പനിയും കൂടെ കൂട്ടി വിനോദ് മാൽസന് കിട്ടിയിട്ടുള്ള ലോസ് 3.5 crores ആണ്. 3.5 crores ലോസ് ആണ്. അപ്പം ഈ മാൽസൺ ട്രെയിനിങ് മാത്രം ഉണ്ടാക്കിയ റവന്യൂ അറൗണ്ട് 12 കോടി രൂപയാണ് ട്രെയിനിങ്ങിൽ കൂടെ, ഏത് ലാസ്റ്റ് 4 years. അതുപോലെ തന്നെ മാൽസൺ വ്യൂ ഉണ്ടാക്കിയ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് 8 വർഷത്തെ റവന്യൂ ആണ് 160 കോടി രൂപ. അപ്പം ഈ പുള്ളി മാൽസൺ പറഞ്ഞത്, ആ ട്രെയിനർ പറഞ്ഞത് ഒരു കാര്യവും അവരുടെ പോർട്ട്ഫോളിയോ വാലിഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണ് അത് തീരുമാനിക്കേണ്ടത്. എന്നുവെച്ചാൽ ഇവർ പറയുന്ന കാര്യം ഇവരുടെ പോർട്ട്ഫോളിയോ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാണ്? അപ്പൊ ഇവർ പറയുന്ന സെനാരിയോ, ഇവരുടെ റിസ്ക് റിവാർഡ്, ഇവരുടെ മൈൻഡ് സെറ്റ്, ഇവരുടെ സൈക്കോളജി, ഇതൊന്നും മാർക്കറ്റിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പേ അല്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ബിസിനസ്സാണ്, ബിസിനസ്സിൽ ആര് വേണേലും പൈസ ഉണ്ടാക്കണം, അങ്ങനെയല്ല. അത് അവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് പൈസ ഉണ്ടാക്കണം എന്നല്ല. ഇതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത് ആരാണ്? നമ്മൾ സ്റ്റുഡൻറ്റുകളാണ് എടുക്കേണ്ടത്. അപ്പം ഇവരുടെ ഒരു സൈക്കോളജി മാർക്കറ്റിന് വേണ്ടി സക്സസ് ആകുന്നില്ലെങ്കിൽ അവർ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു, അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മളാണത് ചിന്തിക്കേണ്ടത്. ഇനി നമ്മുടെ മലയാളത്തിലോട്ട് വരികയാണെങ്കിൽ, ഈ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസിനെ എല്ലാം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതിനെച്ചാൽ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയൊക്കെ. അപ്പം ഇവരുടെ എല്ലാം പോർട്ട്ഫോളിയോ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ട് വേണം ഇവരുടെ എല്ലാം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ക്ലെയിം ഇത് മാർക്കറ്റിന് വേണ്ടി അനുയോജ്യമാണോ, അത് നമുക്ക് എങ്ങനെ അറിയും? ഇവർ മാർക്കറ്റിൽ കൂടെ ട്രേഡ് ചെയ്ത് ഇവരുടെ സ്ട്രാറ്റജി വെച്ച് ഇവർ പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ അവർ നമുക്ക് പകർന്നു തരുന്ന ആ വിദ്യാഭ്യാസം കൊണ്ട്, ആ അറിവ് കൊണ്ട്, ആ എഡ്യൂക്കേഷനും കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞ എത്തിക്കൽ എഡ്യൂക്കേഷൻ. എത്തിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്തിക്കൽ എഡ്യൂക്കേഷൻ ആവും. ഇല്ലാതെ അത് എത്തിക്കൽ എഡ്യൂക്കേഷൻ അല്ല. നമ്മൾ ലീഗലായിട്ട് എന്തും ആർക്കും എന്തും പഠിപ്പിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ എത്തിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ റിലേറ്റഡ് വീഡിയോയും കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.